നിന്റെ തന്ത എവിടെയാടി? അച്ഛനെ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയി. നിന്റെ തന്ത ആ കഴിവേറി എനിക്ക് കുറെ കാശ് തരാനുണ്ട്. അവന് ഞാൻ കൊടുത്ത കാലാവധിയൊക്കെ കഴിഞ്ഞു. അയാളെ കൊണ്ടേ ഞാനിവിടുന്ന് പോവും. എവിടെയാടി ആ ചേട്ട? അയാൾ എന്ത് വിചാരിച്ചു? കാശ് വാങ്ങിയിട്ട് മുങ്ങി നടക്കാമെന്നോ? അതും ഈ രാഘവിന്റെ കയ്യിൽ നിന്ന്? അയാളോട് പറഞ്ഞേക്ക്, എന്റെ കൈ കിട്ടിയാ ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ലെന്ന്. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയതാ. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണല്ലോ ചോദിച്ചേ. ഞാൻ നാളെ വരും, എനിക്കെന്റെ പണം കിട്ടണം. ആ കിളവനോട് പറഞ്ഞേക്ക്. ഓ, എന്റെ എല്ലാ പണവും തീർന്നു. എന്റെ കയ്യിൽ ഇനി എടുക്കാൻ ഒന്നുമില്ല. ഞാനിനി എന്ത് ചെയ്യും? നിനക്കൊക്കെ അറിയാവുന്നതല്ലേ ഞാൻ എങ്ങനെ നടന്നിരുന്നതാണെന്ന്. ഞാൻ ടോപ്പ് ബിസിനസ്മാൻ ആയിരുന്നില്ലേ? ഈ കാണുന്നവന്മാരൊക്കെ അന്നെന്റെ കാല് കഴുകി വെള്ളം കുടിക്കുമായിരുന്നു. നാളെ എനിക്ക് കളിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ക്യാഷ് കണ്ടുപിടിച്ചേ പറ്റൂ. എടോ നാരായണ, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഉള്ളത് ശരിയായി ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പമാണ് എനിക്ക്. താൻ എന്താണോ തന്റെ കൺമുന്നിലുള്ളത് കാണാത്തേ? നീ എന്താടാ പറയുന്നേ? ഒരു പോക്കറ്റ് കാലിയാ നോക്ക്. അതാ എനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്. നിന്റെ കയ്യിലൊരു നിധിയുണ്ട്, മറന്നുപോയോ? നിന്റെ മകൾ മീനു. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇങ്ങനെയുള്ള അവസരത്തിൽ അവളെ അങ്ങ് പ്രയോജനപ്പെടുത്തണം. ഓ, അവളും അവളുടെ അമ്മയെ പോലെ ഒരു ഉപകാരത്തിന് കൊള്ളത്തില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് നിന്റെ നല്ല കാലത്തിന് വേണ്ടിയാണെന്ന് ഓർത്തോ. ഇവിടെ ഈ ക്ലബിൽ ഈ അടുത്തിടെ വന്നു കയറിയ ഒരു ബിസിനസ് ടൈക്കൂണുണ്ട്. ഒരു വയസ്സൻ 65-70 ഉണ്ടാവും. ബട്ട് കാശിട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. അയാൾ കുറെയായി വിർജിനായിട്ടുള്ള പെങ്കൊച്ചുങ്ങളെ നോക്കി നടക്കുന്നേ. അങ്ങേർക്ക് കന്യാകുമാരെ മതി. ഒരു രാത്രി നിന്റെ മകളെ അങ്ങേർക്ക് കൊടുത്താ നിനക്ക് ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള കാശ് അങ്ങേര് തരും. നിന്റെ എല്ലാ പ്രശ്നവും അതോടെ തീരും. നീ ആലോചിക്കേ. ആരും ഒന്നും അറിയില്ല. ഒരു രാത്രി, ഒരൊറ്റ രാത്രി നിന്റെ എല്ലാ പ്രോബ്ലവും തീരും. ഡാനി, ഈ ക്ലബിലെ മുഴുവൻ ഗേൾസും നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഫ്രാങ്കോ, നിനക്കറിയാവുന്നതല്ലേ, ഐ ഡോണ്ട് വാണ്ട് സംവൺ ഹു വാണ്ട്സ് മീ. Her. You sure? അവൻ നിന്നെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല. That's why. Ma'am, someone wants to buy you a drink. What? Someone? എന്നാൽ ആ സമ്പണിനോട് പറയൂ, ഞാൻ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഡ്രിങ്ക് ഷെയർ ചെയ്യാറില്ലെന്ന്. നേരത്തെ പോവാണോ? വൈ? എന്റെ വഴിക്ക് തടസ്സം നിൽക്കാതെ മാറൂ പ്ലീസ്. Chill. One drink. No names, no promises. ഒരൊറ്റ നൈറ്റ് സമ്മതമല്ലേ? ഓക്കെ, 1 drink.
Yeah, that's the rule. സോ ഈ രാത്രിക്ക് ശേഷം എന്ത് സംഭവിക്കും? Nothing. Before this, one thing. No kisses. അതാണ് ഡാനിയൽ ഗോമസിന്റെ റൂൾ. You can touch me everywhere, but my lips don't. Okay? And നാളെ മോർണിംഗ് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? വാട്ട്സ് യുവർ നെയിം? ഞാൻ പറഞ്ഞു, നോ നെയിം, നോ ക്വസ്റ്റ്യൻസ്. ഞാൻ സ്പെഷ്യലായ കൊണ്ടല്ലേ നീ എന്നെ തിരഞ്ഞെടുത്തത്? എനിക്കറിയാം നീ എന്നെ വേണമെന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങളൊരു വൺ നൈറ്റ് മാൻ അല്ലെന്ന്. നിങ്ങൾക്ക് ജെന്യൂനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ? കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതിരുന്ന നിനക്ക് നല്ലത്. മനസ്സിലായോ? ഹേയ് ലിസൺ, ഞാൻ പറയുന്നത് സത്യമല്ലേ? നിനക്ക് എന്നെ വേണം. ഞാൻ സ്പെഷ്യൽ അല്ലേ നിനക്ക്? I told you, don't. ഹേ ബേബ്, ഫൈറ്റ് ചെയ്യാതെ I will kiss you. I will kiss your lips. ആ ഫീൽ എന്താണെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. നിന്നോടല്ലേടി പറഞ്ഞത് ഈ ഡാനിയൽ ആരെയും കിസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്? നീ എന്താ ഇങ്ങനെ? നീ അല്ലേ എന്നെ പുറകെ വന്നത്? നീ അല്ലേ എന്നെ ഡിമാൻഡ് ചെയ്തത്? നീ എന്നെ ടച്ച് ചെയ്തതൊക്കെ ഞാൻ നിന്റെ ആരോ ആയതുകൊണ്ടല്ലേ? പിന്നെ ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്താൽ എന്താ? കാരണം ഇതിലൊരിക്കലും ലവ് ഇല്ലാത്തത് കൊണ്ട്. ഈ ഡാനിയലിന്റെ ലിപ്സ് വേറൊരുത്തിയിൽ ടച്ച് ചെയ്യണമെങ്കിൽ അവൾ ആദ്യം ഈ ഹൃദയം തകർത്ത് അകത്ത് കയറണം. അങ്ങനെ ഒരുത്തി ഈ ഭൂലോകത്തിലില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ലവ്. മനസ്സിലായോ? പ്ലീസ് ജസ്റ്റ് വൺ കിസ്. ഈ നാശമേ, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? പിന്നെ നീ എന്തിനാ എന്നെ വേണമെന്ന് പറഞ്ഞത്? കാരണം നിനക്ക് മനസ്സിലായില്ലേ, നീയും ഇവിടെ വരുന്ന എല്ലാ പെണ്ണുങ്ങളെയും പോലെയാ, വെറും വേസ്റ്റ്. നിന്റെയൊക്കെ എല്ലാം വായിൽ നിന്ന് വീഴുന്നത് സെയിം വേർഡ്സ്. എല്ലാവർക്കും ഒരു ക്രൗൺ ആണ് ആവശ്യം, അല്ലാതെ എന്നെയല്ല. എന്റെ ക്യാഷ് ആണ് ആവശ്യം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന്. ഗെറ്റ് ഡ്രസ്ഡ്. എന്റെ ഡ്രൈവർ നിന്നെ വീട്ടിലെത്തിക്കും. വൺ ഡേ ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ ബ്രേക്ക് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ഒരുത്തി ഈ ഭൂമിയിലില്ല. ഈ നാശമേ, ഫുഡ് കൊണ്ട് വാടി. കൊണ്ടുവരാച്ച. ഇതെന്താടി ഇത്? ഇതെന്താടി? പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛൻ ഞാൻ വേറെ നല്ല ഫുഡ് ഉണ്ടാക്കി തരാച്ച. പ്ലീസ് ഒച്ചയെടുക്കരുത്. ഞാൻ എന്ത് ചെയ്യണോന്ന് പറയാൻ നീ ആരാടി ഓരുമ്പെട്ടവളെ? നീ വെട്ടി വിഴുങ്ങുന്നതേ ഈ ഞാൻ കാരണമല്ലേടി. എന്റെ കാൽ ചുവട്ടി കിടന്നിട്ട് ചിലക്കുന്നു. പ്ലീസ് എല്ലാവരും കേൾക്കും. കേൾക്കട്ടേടി നിന്റെ ഗുണാധികാരം. ആരാടി ചോദിക്കാൻ വരാൻ പോകുന്നേ? നിന്റെ തള്ള ചത്തു. നിനക്ക് ആരില്ലടി, അത് ഓർത്തോ. നാളെ നീ എന്റെ കൂടെ വരണം, ഒരാളെ കാണാൻ. ഇല്ല ഇല്ല അച്ഛൻ, ഞാൻ വരത്തില്ല. വരില്ലേ? എടി പിഴച്ചവളെ, ഓർത്തോ, ഞാനില്ലെങ്കി നീ ഒന്നുമല്ല. മനസ്സിലായോ? ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കടി. നീ അങ്ങ് നന്നായി വളർന്നു പോയല്ലോടി. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നേ. ഈ പിഴച്ചവളെ, നീ ഇപ്പോഴും ഈ ശ്വാസം ഇങ്ങനെ വിടുന്നത് അത് ഞാൻ കാരണമാ. മനസ്സിലായോ?
എനിക്ക് എന്തിനു അവകാശമുണ്ട്? നിന്റെ ഈ ശരീരത്തിന് പോലും. മോളെ, നിന്റെ അച്ഛൻ അങ്ങേരിതാ റോഡിൽ കിടക്കുന്നു. വെളിവില്ലെന്ന് തോന്നുന്നു. എഴുന്നേൽക്ക്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? യാ, അങ്ങനെ നീ വീണു. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അച്ഛനെ അറിയോ നിങ്ങൾക്ക്? യെസ്, കോൾ ഡാനിയൽ. അവനോട് പറഞ്ഞേക്ക് അവന്റെ പണം തിന്ന് നടന്നവനെ നമ്മൾ കണ്ടുപിടിച്ചെന്ന്. വിട്, നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? വിട്, വിടാൻ. വെൽക്കം വെൽക്കം. ആരാ ഇത്? നാരായണ മഹാരാജാവോ? എടാ ചെറ്റേ, നീ എന്ത് വിചാരിച്ചു? എന്നെ പറ്റിച്ച് നടക്കാവുന്നോ? നോ, എന്റെ അച്ഛനെ തല്ലരുത് പ്ലീസ്. ഡാനിയൽ പ്ലീസ്, എനിക്ക് കുറച്ചു ടൈം തരണം പ്ലീസ്. നീ എങ്ങനെ തരും? ഓഹോ, അത്രക്ക് റിച്ചായോ നീ? പ്ലീസ് സാർ, ഒന്നും ചെയ്യരുത്. ഞാൻ എങ്ങനെയെങ്കിലും എന്ത് ജോലി എടുത്തിട്ടാണെങ്കിലും കടം വീട്ടാം പ്ലീസ്. ആ, ഇത് നല്ല തമാശ. നിനക്കറിയോ ഇവൻ എത്രയാ എനിക്ക് തരാനുള്ളതെന്ന്? പറയണേ മന്നെ, എത്രയാ? 10 ലക്ഷം. അത് 3 വർഷം മുന്നേ. വിത്ത് ഇൻട്രസ്റ്റ് അത് ക്രോസ് ചെയ്ത് ഈ ലാസ്റ്റ് മന്ത് 1 crore ആയി. പ്ലീസ് സർ, എന്റെ അച്ഛനൊന്നും ചെയ്യരുത് പ്ലീസ്. ഡാനിയൽ, ഇവളെ നീ എടുത്തോ. നിനക്ക് ഇവളെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല ട്രാഫിക്കിങ്ങിലും വിൽക്കാം. എന്നെ വെറുതെ വിടണം പ്ലീസ്. ഇത് നല്ല ഓഫർ അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവളെ വിൽക്കാൻ വെച്ചേക്കുമായിരുന്നു ഒരു കിളവനെ. നീ എടുത്തോ, എന്നിട്ട് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരൂ. മിണ്ടാതെ നിക്കടി. ചെറ്റ്, താൻ എന്താണ് ഈ പറയണേ? അത് തന്നെ സ്വന്തം മോളല്ലേ? മകൾ, ഈ വൃത്തികെട്ടവളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല. ഇവളെ ഞാൻ കുറെ കൊതിച്ചതാ. സമ്മതിക്കണ്ടേ ഈ നാശം പിടിച്ചവൾ? ഡാനിയൽ, നീ എടുത്തോ, എന്നെ ഒഴിവാക്കി വിട്. ഇനഫ്. അവളെ ഇവിടെ നിർത്തിയിട്ട് ഇയാളെ പറഞ്ഞുവിട്. നീ എന്തിനാ കരയുന്നേ? നിനക്കറിയാമോ ഒട്ടുമിക്ക ഗേൾസും എന്തിനാ എന്നെ പോലെയുള്ള ആണിനെ തേടി വരുന്നതെന്ന്? മണി, പവർ, ഇതെല്ലാം നേടാൻ. നിന്റെ തന്ത എനിക്ക് തരാനുള്ളതിന്റെ ഇരട്ടിയുണ്ടത്. സാർ എന്താ ഉദ്ദേശിക്കുന്നേ? കാരണം ഇവിടെ ഈ പോയിന്റിലാണ് ഓരോ ഗേൾസും അവരുടെ രണ്ടാമത്തെ ഫേസ് റിവീൽ ചെയ്യുന്നത്. ഷോ മീ ദ റിയൽ ഫേസ് ഓഫ് യു. എനിക്കിത് വേണ്ട. എവരിവൺ വാണ്ട്സ് സംതിങ്. ദാ, വാങ്ങിക്കോ. ആരും അറിയില്ല, ഞാനും നീയും മാത്രം. നോ, എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. സോഫി, അത് കൊണ്ടുവരൂ. ക്യാഷ് വേണ്ടെങ്കിൽ വേണ്ട, ഇതെടുത്തോളൂ. ഞാൻ ഇതിൽ എന്തെങ്കിലും എടുത്താ ഞാൻ നിങ്ങൾക്ക് അവകാശമുള്ളതായി മാറുമോ? യെസ്, അങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. എങ്കിൽ എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. എന്നെ ഒന്ന് വിട്ടേക്കൂ പ്ലീസ്. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നോ ആന്റി, ആന്റി പ്ലീസ്, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കല്ലേ. സോഫി,
ഇതെല്ലാം എടുത്തോണ്ട് പോ ആൻഡ് ക്ലോസ് ദ ഡോർ. ജസ്റ്റ് 1 നൈറ്റ്. നിനക്ക് ഫ്രീ ആവാം. നിന്റെ കടങ്ങളും തീരും. നല്ലൊരു ലൈഫ് നിനക്ക് മുന്നിൽ അവൈറ്റാണ്. ജസ്റ്റ് ഈ ബോഡി ഒരു വട്ടം എനിക്ക് തന്നാ മതി. എനിക്കൊന്നും വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ് സാർ, പ്ലീസ് എന്നെ നശിപ്പിക്കരുത്. ഷീറ്റ്. സോഫി, അവൾ വല്ലതും കഴിച്ചോ? നോ സാർ, അവൾ വല്ലാതെ പേടിച്ചിരിക്കുക, ഫുഡ് തൊടുന്നില്ല. ഞാൻ പോയി വരുമ്പോഴേക്കും ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ടാവണം. നിന്റെ ബോഡി അത് ആവശ്യമുള്ളതാ, മനസ്സിലായോ? ഞാൻ നിനക്ക് ഒരു ഓർഡർ തന്നിട്ടാണോ ഇവിടുന്ന് പോയെ? പിന്നെ ഈ ഫുഡ് ഇവിടെ അൺടച്ചഡ് ആയിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം? നീ പട്ടിണി കിടന്നതിനെ തോപ്പിക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നേ? എന്താടി മിണ്ടാത്തെ? ഓ, യു ആർ കൺഫ്യൂസിങ് മീ. സോഫി, നോ ഫുഡ് ടുനൈറ്റ്. നിന്റെ ഈ സൈലൻസ് എന്നെ ഭ്രാന്ത് പഠിപ്പിക്കുന്നു. നീ എന്താ മറ്റു ഗേൾസിനെ പോലെ എന്നോട് ബെഗ് ചെയ്യാത്തെ? എന്താ എന്റെ മുന്നിൽ വഴങ്ങാത്തെ? എന്തിനാ ഇത്രയും ഓഫേഴ്സിനാ വെച്ചിട്ടും ആ പെയിൻ ചൂസ് ചെയ്യുന്നേ? സാർ, ഇന്ന് ഡോർ ലോക്ക് ചെയ്തില്ല. ഓ, ഞാനത് മറന്നുപോയി. സാർ ഒരിക്കലും മറക്കാറില്ലല്ലോ. സോ വാട്ട്? അവൾ വീക്കല്ലേ? അവൾ ഇവിടെ ഓടിപ്പോവാനൊന്നും പോകുന്നില്ല. ഇവളിവിടെ വരുന്നതിന് മുന്നേ ആരും ഇല്ലാതെ കിടക്കുന്ന റൂം പോലും സാറ് ലോക്ക് ചെയ്യുമായിരുന്നു. സോഫി, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? സാർ ചേഞ്ച് ആയി തുടങ്ങിയെന്ന്. നോ. യെസ് സാർ, സാർ ഈ ചെയ്യുന്നതൊന്നും മുൻപ് ഞാൻ കണ്ടിട്ടില്ല. നോ, ഞാൻ അവളെ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടതല്ലേ? ബട്ട് ആ ടെസ്റ്റിലെല്ലാം അവൾ തോറ്റില്ലേ? അവിടെയല്ലേ സാറും തോറ്റുപോയത്? സാർ ഈ ഡോർ അടക്കാത്തത് പോലും അതുകൊണ്ടല്ലേ? കാരണം സാറിനറിയാം അവൾ എങ്ങോട്ടും ഓടിപ്പോകില്ലെന്ന്. ഇതെല്ലാം ഞാൻ സാറിൽ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ ചേഞ്ചിങ്. നോ. സാർ ലവിൽ വിശ്വസിക്കുന്നുണ്ടോ? നോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഗെയിമിൽ തോറ്റിട്ടും അവൾ ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഉദ്ദേശം? കാരണം ആ ഗെയിമിൽ അവൾ തോറ്റിട്ടില്ല. ആക്ച്വലി സാറിന്റെ മനസ്സിൽ അവൾ ജയിക്കുകയായിരുന്നു, ശരിയല്ലേ? സാർ അവളെ സേവ് ചെയ്യുവാന്ന് ഞാൻ പറഞ്ഞാൽ? നോ. പക്ഷേ സാറ് മറ്റു ഗേൾസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണോ ഇവളെ ട്രീറ്റ് ചെയ്യുന്നേ? അവിടെയാണ് സാറിന്റെ ചേഞ്ച് തുടങ്ങിയത്. ഇനഫ്, മതി. മറ്റു ഗേൾസിൽ നിന്നും ഒരു ഡിഫറൻസും ഇവൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. സാറിന്റെ ഇഷ്ടം. ഇതെന്താ ഇവനിതെവിടെ പോയി? ഡാനിയൽ ഗോമസ്. വേണ്ട, അപ്സ്റ്റേഴ്സിലേക്ക് കയറാൻ അവൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല, അറിയാലോ. നീ ചുമ്മാ ഇരി. എന്തായാലും അവൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാടാ എന്താ അവിടെ ഇത്ര റെസ്ട്രിക്ഷൻസ് വെക്കാൻ മാത്രം ഉള്ളതെന്ന്.
ഇതേതായി പൈങ്കിളി? വെറുതെ അല്ല അവൻ നമ്മളെ ഈ ഏരിയയിലേക്കൊന്നും അടുപ്പിക്കാത്തത്. ഹലോ, ഇതേതായി സുന്ദരി? ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. ഡാനിയൽ ഒരുത്തിയെ ഒറ്റത്തവണ യൂസ് ചെയ്താൽ കളയുന്നവനല്ലേ? ആ ഡാനിയൽ നിന്നെ ഇവിടെ അവന്റെ വീട്ടിൽ വെച്ച് പൊറുപ്പിച്ച് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ചില്ലറക്കാരി അല്ലല്ലോ മോളെ. അതെന്താണെന്ന് ഞങ്ങളും അനുഭവിച്ചറിയട്ടെ മോളെ. വാ, ചേട്ടന്റെ അടുത്തേക്ക് വാ. ആ, നീ തുറക്കടി. മഹാപാപികളെ, നീയൊക്കെ എന്താണ് എന്റെ കുഞ്ഞിന് ചെയ്തേ? മോളെ മാറി നിക്ക് കിളവി. നീ തുറക്കടി, തുറക്കാൻ. മോൾ എന്താ എന്താ അവൾക്ക് പറ്റിയേ? സാറിന്റെ ഫ്രണ്ട്സ് വന്ന് അവിടെ. മോളെ ഐ ആം കമ്മിങ്. ഹലോ, തുറക്ക്. എന്താ ഇവളുടെ പേര്? മീനു. മീനു, മീനു, തുറക്ക് മീനു. What the hell? മീനു, സോഫി, call the doctor. ഇവന്മാരെല്ലാം ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. സോ എന്നിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് കിൽ ദം. ഒരെണ്ണം പോലും ജീവിച്ചിരിക്കരുത്. സാർ, ആ കുട്ടി കണ്ണു തുറന്നു. മേക്ക് ഷുവർ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. കറക്റ്റ് ടൈമിൽ മരുന്നും കഴിപ്പിക്കേ. സാർ, സാറിനെ കാണണ്ടേ? അവൾ എന്റെ ആരാ ഞാൻ വന്ന് കാണാൻ? യൂസ്ലെസ് തോക്ക് നടത്താതെ പോയി പറഞ്ഞ കാര്യം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഇവിടെ ഉണ്ടാക്കിയതെന്ന് അറിയാമോ? നിനക്ക് ആരാടി ചാവാൻ അനുവാദം തന്നി? എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാ. ലിസൺ കെയർഫുള്ളി. നിന്റെ ഈ ലൈഫ് അത് നിന്റെ മാത്രം അവകാശമല്ല, മനസ്സിലായോ? നിങ്ങളുടെ ഫ്രണ്ട്സ് അവരെന്നെ എനിക്ക് ജീവിക്കാൻ തോന്നിയില്ല. എനിക്ക് എന്റെ ശരീരത്തിനോട് അറപ്പ് തോന്നി. ഞാൻ വിചാരിച്ചു മരണമാണ് അതിനേക്കാൾ ഭേദമെന്ന്. എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും നിന്നെ തൊട്ടാ അടുത്ത ദിവസം കാണാൻ അവർ ഈ ഭൂമുഖത്തുണ്ടാവില്ല. അത് നിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. മൈ ഓർഡർ ഇസ് നോട്ട് എ വേർഡ്, ഇറ്റ്സ് എ ഡെത്ത് വിഷ്. അത് ആളുകൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ബട്ട് സൂയിസൈഡ് അത് ഭീരത്വമാണ്. സാറ് തന്നെ ഒന്ന് കൊന്നു തരും. എനിക്ക് ഇനിയും ഈ വേദന സഹിച്ച് ജീവിക്കാൻ വയ്യ. ഈ ജീവിതം എനിക്ക് ഒന്നും തന്നിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ ചിരിക്കാൻ മറന്നുപോയി സാർ. എന്റെ ചിരി മാഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നോ, മരിക്കാൻ വളരെ ഈസിയാണ്. നിനക്ക് മരിക്കാൻ അനുവാദമില്ല, മനസ്സിലായോ? സോഫി. യെസ് സാർ. അവൾക്ക് ഇന്നു മുതൽ ഈ വീട്ടിൽ എവിടെ പോകാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സാർ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കണോ? മനസ്സിലായി സാർ. ഇനി മുതൽ മോൾക്ക് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാം. അയാൾ പറഞ്ഞിട്ടാണോ ഇത്? എന്തിന്? അയാൾ എന്നെ ഒരു കൈ കൊണ്ട് അടിക്കുകയും മറു കൈ കൊണ്ട് സേവ് ചെയ്യുകയും ചെയ്യുന്നു. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാ സോഫി ആന്റി? ചില മനുഷ്യർ അങ്ങനെയാണ് മോളെ.
അവർക്ക് ദേഷ്യത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാനേ അറിയൂ. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഞാൻ മരിക്കുവാണെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമെന്ന്. ആരെയും ഉപദ്രവിക്കാനല്ല ഞാൻ. ജീവിതം അവസാനിപ്പിക്കുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? നിനക്ക് തന്നെയാണ് മോളെ. ഇത് മാത്രമാണ് ജീവിതം എന്നാണോ മോൾ വിചാരിച്ചിരിക്കുന്നേ? എനിക്ക് ആരുമില്ല, എനിക്ക് കയറി ചെല്ലാൻ ഒരു ഇടമില്ല. ഞാനില്ലേ, ഡാനിയില്ലേ? ഡാനി? ഡാനിയൽ ഗോമസ്. ഞാൻ അവനെ പണ്ട് അങ്ങനെയാ വിളിച്ചിരുന്നേ. വലുതായപ്പോ അവൻ എന്നെ വിലക്കി. ഓവർ അറ്റാച്ച്മെന്റ് അവൻ ഒരിടത്തു നിന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. സോഫി ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റാവും? ഡാനിയെ കുറിച്ചാണെങ്കിൽ ആസ്ക് കെയർഫുള്ളി. ഇദ്ദേഹം എന്താ ഇങ്ങനെ? സാധാരണ കുട്ടികൾ വളർന്നതുപോലെ തെറ്റും ശരിയും പറഞ്ഞു പഠിപ്പിക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. ഡാനിയുടെ ചെറിയ പ്രായത്തിൽ അവന്റെ പാരന്റ്സ് കൊല ചെയ്യപ്പെടുമായിരുന്നു. അദ്ദേഹം കണ്ടോ പാരന്റ്സ്? ഓരോ സെക്കൻഡും അവന്റെ പാരന്റ്സ് കൺമുന്നിൽ കിടന്നു. ഈ ലോകം ആ ചെറിയ പ്രായത്തിലെ അവനെ ചൊല്ലി പഠിപ്പിച്ചത് സ്നേഹം, കരുണ ഒന്നും ജീവിതത്തിൽ ഒന്നും അല്ലെന്നാണ്. പാരന്റ്സിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എന്തു പറ്റി? അനാഥാലയം. വിശപ്പും തല്ലും ഏറ്റുവാങ്ങി അനാഥാലയത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ. അവിടെ വെച്ച് അവൻ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി പഠിച്ചു: ഫിയർ. ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവർ തന്നെ കണ്ട വിറക്കണം. ഡാനിയൽ ഗോമസ് എന്ന പേര് കേട്ടാൽ ആളുകൾ ഓടിമറയണം. അവിടുന്നാണ് ഇന്നീ കാണുന്ന ഡാനിയലിന്റെ പിറവി. പിന്നെ എന്തിനാ എന്നെ അദ്ദേഹം സേവ് ചെയ്തേ? കാരണം നിന്നിൽ അവനെ കാണുന്നതുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്നിനു വേണ്ടിയും യാചിക്കുന്നില്ല. നീ മൗനം നിന്റെ അതിജീവനമായി കരുതുന്നു. ഒരിക്കൽ അവനും ചെയ്തത് ഇതുതന്നെയാണ്. ആരും അവനെ രക്ഷിക്കാനില്ലാതിരുന്നപ്പോൾ. അവനെ ഫിക്സ് ചെയ്യാൻ നിൽക്കാതെ പറയുന്നത് കേട്ട് ജീവിക്കുക. എങ്കിൽ പേടിക്കേണ്ട. ആൻഡ് മീനു, അവൻ അങ്ങനെ ഒരാളെയും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ അവൻ ചെയ്ത പിന്നെ ഒരിക്കലും അവൻ വിട്ടുകളയത്തില്ല. ആരാണാൾ? She is not part of this conversation. ഒഴിഞ്ഞു മാറണ്ട. Tell me. She came here because of a debt. നീ പണത്തിന് പകരം വാങ്ങിയതാണോ? No. ഞാൻ സേവ് ചെയ്തതാണ്. From what? From dying. നീ ആരെയും സേവ് ചെയ്യാറില്ലല്ലോ. I know. Then why her? You know something? എനിക്ക് പോലും ഈ വീടിന്റെ അപ്സ്റ്റേഴ്സിൽ കാലെടുത്ത് വെക്കണമെങ്കിൽ നിന്റെ പെർമിഷൻ വേണമായിരുന്നു. പക്ഷെ ഇവൾക്കത് വേണ്ട. ടെൽ മി ദ ട്രൂത്ത് ഡാനി. ഇവിടെ ഒന്നും ആരെയും ബോധ്യപ്പെടുത്താനില്ല എനിക്ക്. നോ, ഏതൊരു പെണ്ണല്ല അവൾ. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി നീ നിന്റെ റൂൾസ് മുഴുവൻ ചേഞ്ച് ചെയ്യില്ല. നീ ആദ്യം ഇവളെ ലോക്ക് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ എവിടെയും കയറിയിറങ്ങാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. എന്താടാ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും പറയാനില്ല ഡാനി. ഒരു ദിവസം ഇവൾ മറ്റുള്ളവരെ പോലെ പോവാനുള്ളതാണ്. ഇവൾ ഒരിക്കലും പോവില്ല. വൈ? അത്രക്ക് ഉറപ്പ് വരാൻ മാത്രം എന്താ ഇവൾക്ക് ഇത്ര പ്രത്യേകത? എന്തായാലും ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യുക. ഫോർ വാട്ട്? അതെന്താണ് അങ്ങനൊരു സംസാരം? ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ സ്റ്റേ ചെയ്യുന്നേ. ഓർ നീ എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? You can stay here, but don't go upstairs. What the hell? Please, please.
സോഫിയ ആന്റി, സോഫിയ ആന്റി. കൂൾ കൂൾ, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ ഡാനിയലിന്റെ ഫ്രണ്ടാണ്. പ്ലീസ് ഒന്ന് ഷൗട്ട് ചെയ്യാതിരിക്കൂ കുട്ടി. No, no, please. എന്താണ് നീ അവളെ ചെയ്തേ? ഡാനി, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളുടെ അടുത്ത് പോലും ചെല്ലരുതെന്ന്. എന്തുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി? ഞാൻ പറയുന്നത് ആര് കേൾക്കാതായോ അവിടെ എന്റെ ശബ്ദമായത്. നോ, ഇവൾ വന്നത് മുതൽ അവളെ ഇതിലേക്ക് വലിച്ചിടണ്ട. നിനക്ക് എന്താണ് പറ്റി? സാഹചര്യങ്ങൾ മാറും. നീയാണ് മാറിയത്. എനിക്ക് മാറണമെന്ന് തോന്നിയാ ഞാൻ മാറും. നീ ആരാ ചോദിക്കാൻ? Careful, Danny. You are in love. No, I am not. എന്ന് കണ്ടോണ്ട് നീ അടി മോയി പൊടി. നീ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ലവ് ആണ് ഡാനി. ലവ് ഒരാളെ വീക്ക് ആക്കും. എനിക്ക് വീക്ക് ആവാൻ ഉദ്ദേശമില്ല. പിന്നെ എന്തിനാ അവൾ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോ നീ അവളെ സേവ് ചെയ്തേ? അവളെ തൊട്ട് നിന്റെ ഫ്രണ്ടിനെ തന്നെ നീ തീർത്തു കളഞ്ഞത് എന്തിനാ? ആക്സിഡന്റലി അവളെ കണ്ടുമുട്ടിയതിന്റെ പേരിൽ എന്റെ അടുത്ത് നീ ഷൗട്ട് ചെയ്തു. ഞങ്ങളെക്കാൾ എന്ത് പ്രിവിലേജ് ആണ് അവൾക്ക് ഇവിടെ ഉള്ളത്? കാരണം അവളെ നീ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ടായി. ലവ് ലവ് ലവ്, നിനക്ക് എന്തറിയാം ലവിനെ കുറിച്ച്? ദേഷ്യപ്പെട്ടോളൂ എത്രയാന്ന് വെച്ചാ. ഐ ഡോണ്ട് കെയർ. ലവ് എന്ന ഒരു വേർഡ് ഇല്ലാതെയാണ് ഞാൻ ഇതുവരെ സർവേ ചെയ്ത് വന്നത്. ഞാൻ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ലവ് എന്നൊരു വാക്ക് എന്റെ ലൈഫിൽ ഇല്ലാതെ തന്നെയാണ്. ബട്ട് ഇപ്പോ നിന്റെ ലൈഫിൽ ലവ് എന്നൊരു വാക്ക് കൂടി ഉണ്ട് ഡാനി. നോ, ദിസ് ഇസ് നോട്ട് ലവ്. വാട്ട് എവർ, നീ തന്നെ എല്ലാം തിരിച്ചറിഞ്ഞോളൂ. സോഫി ആന്റി പറഞ്ഞു സാറിനിത് തരാൻ. നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നേ? സാർ നോ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സാർ, അത് ഇന്നലെ സാറിന്റെ ഫ്രണ്ട് ഞാൻ കാരണമാ. I said leave it. സാറിന് ഇന്നലത്തെ കാര്യത്തിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? Stop talking. You don't need to explain everything. Go to your room. ഇവളെന്തോ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്ന. നീ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? പിന്നെന്താ കാണാത്ത പോലെ പോകുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ സാറല്ലേ പറഞ്ഞത് സാറിന്റെ അടുത്ത് എന്നെ കാണാൻ പാടില്ലെന്ന്? Because when you speak, I lost my control. സാർ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ പൊക്കോളാം, എന്നെ വിട്ടേക്കും. Shit. എന്നെ കാണണമെന്ന് പറഞ്ഞത് താനായിരുന്നു. പറയൂ, എന്താ കാര്യം? ഞാൻ കടത്തിൽ മുങ്ങിയിരിക്കുവാണ്. ആളുകൾ എന്റെ വീട്ടിൽ വട്ടമിട്ട് കറങ്ങുകയാണ്. ഓ, സോ സാഡ്. നിങ്ങൾക്ക് പണം വേണമായിരിക്കും. തിരിച്ച് എനിക്കെന്ത് തരും? എന്റെ മകളെ. ഓ, സുരേഷ് പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. നല്ല പൈങ്കിളി പോലെയുള്ള ഒരു കുട്ടി. എത്രയാ അവൾക്ക് വയസ്സ്? 20. 20? ഓക്കെ. ദാ നിങ്ങൾ ചോദിച്ച പണം. നാളെ രാത്രിക്ക് മുന്നേ അവളെ എന്റെ മുന്നിൽ എത്തിക്കണം. മനസ്സിലായോ?
ഇതെന്താ? ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? അയ്യോ ചോര, സാറ് ചോര. നീ ഒരുമ്പെട്ടവളെ, അച്ഛൻ. വാവ്, എന്റെ വീട്ടിൽ ശബ്ദമുയർത്താൻ നിനക്ക് ആരാണ് അധികാരം തന്നെ? ഇതാ പിടിക്ക്, നിനക്ക് ഞാൻ തരാനുള്ളതിലും കൂടുതൽ പണമുണ്ട്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നേ. ശബ്ദം താഴ്ത്തടാ. ഡാനിയൽ, ഇത് ഞാനും എന്റെ മകളും തമ്മിലുള്ള കാര്യമാണ്. നിന്റെ കടം ദാ തീർത്തു കഴിഞ്ഞു. ഈ പണം തന്ന ആൾക്ക് എനിക്ക് ഇവളെ കൈമാറാനുള്ളതാ. അവളെ മര്യാദക്ക് വിടുന്നതാ നിനക്ക് നല്ലത്. ഇനാഫ്. എന്താ? നിനക്ക് മാത്രമേ ഇവളിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ ഓർത്തോ? അവൾ എന്റെ മകളാണ്. ആണുങ്ങൾ കൊത്താൻ ക്യൂ ആണ്. ഞാൻ വരില്ല, ഇല്ല, ഞാൻ വരില്ല. എന്താടി, നിനക്ക് ഇവരെ രസം പിടിച്ചു പോയോടെ? തേ പിടിച്ചി വാടി ഇവിടെ. അവളുടെ ഒരു മുടിയിൽ നീ തൊട്ടാ. നീ ആരാടാ എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ? ഒരു വട്ടം കൂടി നീ ആ കൈ പൊക്കിയ അടിച്ച് മൂലക്കിടും കേട്ടോടാ പട്ടി. ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാടാ. സർ, പ്ലീസ് എന്നെ പറഞ്ഞയക്കരുത്. ഇന്ന് ഈ ലോകത്ത് ഇതിനേക്കാൾ സേഫ് ആണെന്ന് തോന്നിയ ഒരു സ്ഥലം എനിക്ക് ഉണ്ടായിട്ടില്ല, എന്റെ വീട്ടിൽ പോലും. സാറിനെ പറഞ്ഞു വിടരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ജോലിക്കാരിയായിട്ട്, അല്ലെങ്കിൽ സാറിന്റെ വെപ്പാട്ടി, പ്ലീസ്. സോഫി, നൗ. മീനു, ഇങ്ങോട്ട് വാ. സാർ എന്താണിത്? Trust me. ഇതെന്ത് കോപ്രായമാണ് നടക്കുന്നേ? ഇവളെന്റെ ഭാര്യയായിപ്പോ. തൊട്ട് നോക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ തൊടടാ. ഡാനിയൽ ഗോമസിന്റെ ഭാര്യയെ തൊട്ടിട്ട് നീ ഇവിടുന്ന് ജീവനോടെ പോകുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ ഈ കാശും എടുത്ത് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം. എന്ന് നീ ഇവളെ എന്റെ മുന്നിൽ വില പറഞ്ഞ് വിറ്റോ, അന്ന് നീയും ഇവളും തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. ഇനി നീ ഇവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ച ഒത്തിരി നന്ദിയുണ്ട് സാർ. ഇതെടുത്ത് മാറ്റിക്കോളൂ സാർ. നോ, അതവിടെ കിടന്നോട്ടെ. ഒരു തെളിവായി. ഇനിയും അവർ തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? ശരി സാർ. സാറെന്താ ഇവിടെ? ഞാനിന്ന് ഇവിടെ കിടക്കുന്നു. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കെട്ടിയ താലിയല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നേ? അത് സാറല്ലേ പറഞ്ഞത് ഇപ്പൊ അഴിക്കേണ്ടെന്ന്? എക്സാക്ട്ലി. അതിനെ അഴിക്കണ്ട ഒരിക്കലും. സാറ് എന്നോട് ചോദിക്കാതെയാ? ഐ നോ, ബട്ട് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ടാ, ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ നിന്നെ കെട്ടിയേ. സാർ, ആരുമില്ലാത്ത ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു സഹതാപമാണെങ്കിൽ വേണ്ട. ഞാൻ ഇതിനൊന്നും അർഹയല്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ട എല്ലാ പെണ്ണുങ്ങളെക്കാളും പൂർണ്ണ അർഹയാണ് നീ. നീ ഡിഫറെന്റ് ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ ഡിഫറെന്റ് ആണെന്നാണ് സാർ പറയുന്നത്? നീ മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു, എന്നെങ്കിലും നീ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന്. ബട്ട് അതുണ്ടായില്ല. ഞാൻ പെട്ടെന്നൊരു ദിവസം നിന്നെ ഇഷ്ടപ്പെട്ടതല്ല, അത് പതിയെ നടന്നു പോയതാണ്. ഞാൻ ജനുവനായിട്ട് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോ. പ്ലീസ്, എനിക്കൊരു ചാൻസ് തരണം. എന്റെ ലൈഫിൽ ലവ് എന്താന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ആദ്യമായി ആ ഒരു ഫീൽ
അത് നിന്നിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എന്റെ ലൈഫിൽ ഒരുപാട് ഗേൾസ് വന്നു പോയിട്ടുണ്ട്. ബട്ട് ഇന്നു മുതൽ ഈ ഡാനിയൽ ഗോമസിന്റെ ജീവിതത്തിൽ നീ അല്ലാതെ വേറൊരു പെണ്ണില്ല. ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ അല്ലേ? എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? ഈ കൈകളിൽ ഞാൻ സേഫ് ആണെന്ന് തോന്നുവാ എനിക്ക്. എന്നെയും സ്നേഹിക്കാൻ ആരുമില്ല. അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛനാണെങ്കിൽ ഞാനുണ്ടാവും സാറിന്റെ കൂടെ. എന്റെ ഭാര്യയായി ആൻഡ് കോൾ മീ ഡാനി. ഉം. Can I ask you something? നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ സേ നോ. എന്റെ ലൈഫിൽ ഒരു പെണ്ണിനെയും ഞാൻ എന്റെ ലിപ്സിൽ കിസ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ബട്ട് നൗ ഐ വാണ്ട് ടു നോ ഹൗ ഇറ്റ് ഫീൽ. Can I? ഞാൻ ഒരു വട്ടം ഒന്ന് കിസ് ചെയ്തോട്ടെ? നിന്റെ മൗനം സമ്മതമായി എടുക്കുവാന്. This is heaven. നീയാണ് എന്റെ ചുണ്ടുകളെ സ്പർശിച്ച ആദ്യ പെണ്ണ്. യു ആർ സ്പെഷ്യൽ ടു മീ. ഒരുത്തനും നിന്നെ തൊടില്ല. കാരണം നീ എന്റെ പെണ്ണ. ഈ ഡാനിയലിന്റെ പെണ്ണ്. നീ ഇതുവരെ കാണാത്ത ജീവിതം ഞാൻ നിനക്ക് തരും. പക്ഷെ പകരം ഒന്ന് വേണം. എന്താ? എന്നെ സ്നേഹിക്കണം. ഈ ലോകത്തുള്ള എല്ലാ സ്നേഹവും നീ എനിക്ക് തരണം. പറ്റോ? പറ്റും. ഇനി ഒറ്റക്കാവില്ല. ഞാനുണ്ടാവും കൂടെ എന്നും. എന്ത് രസ ഇയാളുടെ ചിരി കാണാനെന്നറിയോ? ഇയാളോ? കെട്ടിയോണെന്ന് വിളിക്കടി. കെട്ടിയോൻ. അത്രക്ക് രസാണോ എന്റെ ചിരി? അത്രക്ക് രസ. എപ്പോഴും ചിരിച്ചാൽ എന്താ? ആഹാ, ചിരി എന്റെ ജോബിന് പറ്റിയതല്ല. എന്റെ ചിരിക്ക് ഈ ഭൂമിയിൽ ഒരവകാശിയേ ഉള്ളൂ. അത് ദേ ഈ നിൽക്കുന്ന എന്റെ പെണ്ണ.